പാലായിൽ ഒരു പർവ്വതമേയുള്ളൂ. അത് കെ.എം. മാണി എന്ന നേതാവ് മാത്രമാണെന്ന് ഉറപ്പിച്ച് കഷ്ടിച്ച് ജയിച്ചു. എങ്കിലും മുന്നണിയിൽ നിന്നും മാണി സാർ ഇറങ്ങി പിന്നണിയിൽ ഇരിക്കുന്നതിനും 2016 സാക്ഷിയായി. എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനവും ആയിട്ടില്ല. എന്തും സംഭവിക്കാം. അതാണ് മാണി പർവ്വം. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. ഞങ്ങൾ ആരാണ് ഇതിന്റെ കാരണക്കാർ, ആരാണ് ഈ ഗൂഢാലോചന ഉള്ളത്, ആരാണ് ഇതിന്റെ കാരണക്കാരെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മാന്യമായതുകൊണ്ടും മാന്യത ഈ കേരള കോൺഗ്രസിനുള്ളത് കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാനൊന്നും ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളത് പുറത്തു വിടുന്നില്ല. UDF-നെ തള്ളുകയും NDA-യിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും NDA-യുടെ ഘടകകക്ഷികൾ കൂടിയിരുന്ന് ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ചർച്ച ചെയ്യും. പക്ഷേ LDF-ഉം UDF-ആയുള്ള ബന്ധം ഉപേക്ഷിക്കാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനാകും. നമ്മെ മനസ്സിലായി കാണുമല്ലോ. നാമാണ് ആറേക്കാട്ടമ്പാടി തമ്പാൻ. ശരക്കുന്ന് ക്യാമ്പിലേക്കുള്ള വിഷയ നിർണയ കമ്മിറ്റി പോലെയാണ് ഞങ്ങൾ സമ്മേളിച്ചത്. അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യണം, പ്രോഗ്രാം എന്താണ്, പല പല വിഷയങ്ങളുണ്ട്. അതാണ് ചർച്ച ചെയ്തത്. മാണി സാർ UDF-ന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഒരു കാരണവശാലും അദ്ദേഹം UDF വിടുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അതൊക്കെ ചരക്കുന്ന് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് യുക്തമായ സമയത്ത് എപ്പോൾ വേണമോ അവരുടെ കൂടെ സൗകര്യമനുസരിച്ചോ അല്ലെങ്കിൽ താല്പര്യമനുസരിച്ചോ എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഉത്തരവാദിത്തമാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താ അതിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിന് തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. കണക്കുപുറത്ത് UDF-ലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായ കേരള കോൺഗ്രസ് M പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണും. അപ്പോൾ UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. 34 കൊല്ലം കൂടെ നിന്ന ആളുകൾ പോകുമ്പോൾ അവർക്കൊരു മാന്യമായ പോകാനുള്ള സാഹചര്യം ഒരുക്കുക, നല്ലൊരു യാത്രയപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 35 കൊല്ലത്തെ ശ്രീ ബാലൻപിള്ളയുടെ സ്തുത്യർഹമായ സേവനം ഈ കോളേജിനെയും മാനേജ്മെന്റിനെയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ മാണി മാറണം. മാണി സാറിനെ മാറ്റി വേറൊരാൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ UDF ചങ്ക് കൊടുത്താണ് മാണി സാറിനെ കൊണ്ട് ആ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. UDF MLA-മാർ നെഞ്ചു കൊടുത്തുകൊണ്ടാണ് മാണി സാറിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തത്. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നും, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നും. കേരള കോൺഗ്രസിന് എല്ലാവർക്കും താല്പര്യമാണ്. ഞാനെന്താ ചെയ്യുന്നത്? മാണി പറഞ്ഞത് സുന്ദരിയായ ഒരു യുവതി വഴി നിന്ന് എല്ലാവരും നോക്കും എന്നാണ്. അത്ര ഒരു യൗവനയുക്തയായ ഒരു യുവതിയൊന്നുമല്ല മാണിയുടെ പാർട്ടി. ഒരു തൈയിരിപ്പുണ്ടല്ലോ, തൈയെങ്കിൽ തൈ. ഇനി 14ാം കേരള നിയമസഭയുടെ കഥ തുടങ്ങുകയാണ്.
പിണറായി സഭാ നേതാവും ശ്രീരാമകൃഷ്ണൻ സ്പീക്കറുമായ സഭാപർവം ആരംഭിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കേണ്ട 47 വോട്ടിൽ 1 വോട്ട് കുറഞ്ഞു. മാത്രമല്ല ഒ രാജഗോപാൽ ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തു. എന്നിട്ടും ഒരു സംശയം ബാക്കി. UDFന്റെ 1 വോട്ട് അത് എവിടെ പോയി? അതാണ് സഭാപർവം. ഈ ആർക്കാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഗുണനചിഹ്നം, അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഗുണനചിഹ്നം ടിക്ക് ചെയ്യുകയോ മറ്റു രൂപത്തിലോ മാർക്ക് ചെയ്യാൻ പാടില്ല. ഗുണനചിഹ്നം ഇട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. അങ്ങയുടെ പേരിൽ തന്നെയുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീത്വം വിളയുന്ന മുഖമാണെന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ ആൾരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മമാണ് നമ്മുടെ നാടിനെ നിലനിർത്തുന്നത്. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ VP ശശീന്ദ്രന് 46 വോട്ടും ശ്രീ P ശ്രീരാമകൃഷ്ണന് 92 വോട്ടും കിട്ടിയിരിക്കുന്നു. ഒരു വോട്ട് അസാധുവായി. അതെ, ഒരു വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്താ ബായി കാണിക്കുന്നത്? സാധനം കാണാനില്ല. തലതിരിയും വയ്യാവേലികൾ ഒഴിയാത്തൊരു കളിയാട്ടങ്ങൾ പെരുകുന്നൊരു നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ. ഇങ്ങനെ ചങ്കി കുത്തറ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അറിയോ? ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. ആ ഒരു ബാക്കി ഒരു വോട്ട് 47 UDFന് 46. ആ UDFിൽ ഒരു വോട്ട് ചോർന്നു പോയി. ഇതിന്റെ അർത്ഥം എന്താ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. പരസ്യമായി UDFന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജഗോപാലൻ്റെ വോട്ട് വേണ്ട എന്ന്. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ കരുതി. ശ്രീ ഒ രാജഗോപാലിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചത് നേരത്തെ UDF ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ വ്യക്തമാവുകയാണ്. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അഭിനയത്തിൽ നിനക്ക് എന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കള്ള ലക്ഷണം വരും. അത് കണ്ട് അവന്മാര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്റെ കന്നി വോട്ട് വെറുതെ പോയില്ലേ? കന്നി വോട്ടല്ലേ, കന്നി കാത്തൊന്നുമല്ലോ.